ഹലോ ഗായ്സ്, ഇത് നമ്മുടെ മൂന്നാർ വ്ളോഗിൻ്റെ പാർട്ട് 2 വ്ളോഗാണ്. എപ്പോഴോ അപ്ലോഡ് ചെയ്യേണ്ട നേരം കഴിഞ്ഞെന്ന് എനിക്കറിയാം, ബട്ട് നമുക്കിപ്പോഴേ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കുറേ തിരക്കുകളോട് അത് അങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ എണീറ്റ പാടെ ഫ്രഷ് ലുക്കിൽ എനിക്കൊരു വീഡിയോ എടുക്കണം എന്ന് തോന്നി. ദെൻ അവിടുത്തെ വ്യൂ ആൻഡ് ദാറ്റ് കോൾ വാസ് സോ ബ്യൂട്ടിഫുൾ ഗായ്സ്. ആൻഡ് അതായിരുന്നു ഞാൻ കുറച്ച് നേരം അവിടെ അന്തം വിട്ട് നിന്നു. കുറച്ച് നേരം കുറച്ച് മാറ്റമുണ്ട്. ഞാൻ എണീറ്റപ്പോൾ നല്ല കോട ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞാനിവിടെ ഒന്ന് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് യൂട്യൂബൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇവിടെ കുറച്ച് വരുന്നപ്പോൾ തന്നെ കോടയൊക്കെ പാടും നോക്കി പോയി ഗൈസ്. നിങ്ങളോട് വലിയ വ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാണിച്ചു തരാൻ ഞാൻ മോശമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നോക്കിയാൽ പൂളാണ് നേരെ താഴെ. ആൻഡ് ദെൻ ബ്യൂട്ടിഫുൾ കാടാണ്. രാത്രിയും അതേപോലെ തന്നെ രാവിലെ ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല കോട ആൻഡ് സൺ വാസ് റൈസിങ്. നമുക്ക് റൂമിൽ നിന്ന് തന്നെ കാണാം. ദിസ് ആർ മൈ ബാൽക്കണി. ആൻഡ് അപ്പുറത്തൊക്കെ കുറേ വില്ലാസാണ്. അങ്ങനെയുള്ള ഒരു അടിപൊളി റിസോർട്ടായിരുന്നു ഇത്. ദെൻ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒന്ന് ഫ്രഷ് ആവാൻ വിചാരിച്ചിട്ട് ടോയ്ലറ്റിൽ പോവുകയാണ് ഗൈസ്. ബ്രഷ് ചെയ്ത് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാൻ വിചാരിച്ച് ടോയ്ലറ്റിലോട്ട് പോയി. ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഡേ ടൈമിലെ പുറത്തെ വ്യൂ ആണിത്. നമ്മൾ കുറേ ഗേൾസിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗേൾസ് ഹാങ് ഔട്ട് പോലെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചിട്ട് നമ്മുടെ റിസോർട്ടിന് പുറത്തുള്ള വഴികളിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. എൻ്റെ ഇപ്പച്ചീൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ആ ട്രിപ്പ് പോയത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കണ്ട കുറച്ച് വിഷ്വൽസ് എടുത്ത് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് അന്ന് രാത്രി ഇട്ട കോസ്റ്റ്യൂമിൽ തന്നെയാണ് എല്ലാവരും. അപ്പോൾ വലിയ ധൈര്യമൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും ഓരോന്ന് പറഞ്ഞ് കളിയൊക്കെ ചിരിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള വഴിയായിരുന്നു. നല്ല തണുപ്പുള്ള ആളുടെ നടക്കാൻ നല്ല രസമായിരുന്നു എല്ലാവരും ഉള്ളതുകൊണ്ടും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് ആയിരുന്നു ഗൈസ്. ഇങ്ങനെയൊക്കെ രാവിലെ നടക്കാൻ പോവാൻ മടിയുള്ള കാര്യമാണെങ്കിലും ഇവിടെ വന്ന് ഈ തണുപ്പത്തൊക്കെ നടക്കാൻ നല്ല രസമായിരുന്നു. ഇതാട്ടോ നമ്മുടെ റിസോർട്ട്. ഗാർഡേനിയ എന്നായിരുന്നു പേര്. നമ്മൾ എല്ലാ ഊടുവഴിക്കൂടി എത്തുമല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരും കുറച്ച് അഡ്വഞ്ചറസ് ആയ ഗ്യാങ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഊടുവഴി കൂടി പോയി. അപ്പോൾ ഞങ്ങളെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിള് ഞങ്ങൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് വന്നു. നിങ്ങൾ പോയി ടീ കുടിച്ചിട്ട് പോരി പറഞ്ഞു. ടീ ഇവിടെ ഇല്ലായിട്ടല്ല, എന്നാലും അതൊരു അഡ്വഞ്ചർ ആണല്ലോ വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കടയ്ക്ക് നടക്കുകയാണ് ഗൈസ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറച്ച് ചൂട് അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇവിടെയൊക്കെ നല്ല തണുപ്പാട്ടോ. കുറച്ച് ഡേസി ഫ്ലവേഴ്സ്, പലതരത്തിലുള്ള ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തണുപ്പുണ്ട്, അതാണ് ഞാൻ മൂടി പൊളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അവിടുത്തെ ചെറിയ ചായക്കട. അപ്പോൾ ഞങ്ങൾ 8 ആൾക്കാർക്ക് ഓരോ ചായ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിക്കോട്ട് പോണവരെയും വരുന്നവരും എല്ലാവരെയും ട്രോളി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നുള്ള ചായ കുടിയും വർത്താനും പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സണ്ണും ഡേസി ഫ്ലവർ കൂടി കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് വാസ് വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. അതെ. ആൻഡ് നമ്മളിവിടെ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടിയിലേക്ക് പോവാണ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ അണ്ടർഗ്രൗണ്ടിലാണ് റൂംസ് ഒക്കെ ഉള്ളത്. എന്നിട്ട് ഞങ്ങൾ വന്നു. ബൊഫേ ആയിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഇറ്റ്സ് വാസ് എ അമേസിങ് ട്രിപ്പ് ഗൈസ്. എല്ലാവരും അടിച്ചു പൊളിച്ച് കുറച്ച് നല്ല കോർ മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒരു അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു ഇത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു മക്കൾ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓരൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ അവരൊക്കെ എന്താ ഹാപ്പിയാണെന്ന്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടോ? യെസ് ഗൈസ്, ഇവരെല്ലാവരും നമ്മുടെ കൂടെ വന്നവരാണ്. ഇവരാണ് നമ്മുടെ മദേഴ്സ് ഗൈസ്. എല്ലാവരും അമ്മമാരും കൂടി ഇന്ന് രാവിലെ തന്നെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അഡ്വഞ്ചർ മൈൻഡ് ഉണർന്നതുകൊണ്ട് തന്നെ പിന്നെയും ഞങ്ങൾ ഏതൊക്കെയോ ഊടുവഴികൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഞങ്ങൾ എന്തൊക്കെയോ വലിയ ഡോറയുടെ പ്രയാണമാവെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് നടക്കുന്നത്. എല്ലാവർക്കും ഒറ്റ മൈൻഡും ഒരേ ബുദ്ധി ആയതുകൊണ്ട് തന്നെ കട്ടക്ക് സപ്പോർട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ഓരോ വഴികൾ കണ്ടുപിടിച്ച് അതിലൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് പോയത് വെറുതായില്ല. ഒരു അടിപൊളി വ്യൂ കണ്ടു. നമ്മളൊരു ലേക്കൊക്കെ കണ്ടു. പക്ഷെ ലേക്ക് എത്രത്തോളം നമുക്ക് കണ്ണിന് വിസിബിൾ ആവണം, എത്ര ക്യാമറ വിസിബിൾ ആവാത്തതുകൊണ്ട് തന്നെ
നമുക്ക് അതിൻ്റെ അത്ര വിഷ്വൽസ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഓരോ റോട്ടിൽ കൂടി പോയി, ഓരോ അടിപൊളി സ്ഥലം കണ്ടു. പക്ഷെ എല്ലാ വീട്ടിലും പട്ടി ഉണ്ടായിരുന്നു ഗൈസ്. ആ എന്തായാലും മാത്രമേ ഇതിൽ കണ്ടോളൂ. കണ്ടോ, ഞങ്ങൾ വന്ന വഴി കാണിച്ചു. ദെൻ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇത്ര പോലെ നടന്നു വരും. ദെൻ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് പണി മുടക്കിയോണ്ട് തന്നെ, ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് നമുക്ക് ട്രക്കിംഗ് സ്വീകരിക്കേണ്ടി വന്നു, ജീപ്പ് ട്രക്കിംഗ്. അപ്പോൾ അവിടെ അത് കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ജീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ്സ് വെരി കുലുക്കം. ഹേ ഗൈസ്, നല്ല കുലുക്കി ഞങ്ങൾ എല്ലാ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയി. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് പാർക്ക് 2 അങ്ങനെയുള്ളൊരു പ്ലേസിലേക്കാണ്. ഇവർ കുട്ടികളെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്. ബിക്കോസ് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറേ ടൈമും കുറേ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അവിടെ സ്പെൻഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും കിട്ടില്ല, കാരണം ഞങ്ങളോട് ടൈം എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ അധികം എടുക്കാനൊന്നും പറ്റില്ല വീഡിയോസ്. കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ്. അന്ന് വണ്ടി ആ ഒരു അസല് പണി അതുകൊണ്ട് തന്നെ വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. ആ ഒരു ഗാർഡൻ മാത്രം കണ്ടിട്ട് നമ്മളിങ്ങോട്ട് തിരിക്കേണ്ടി വന്നു. ദെൻ നമ്മൾ തിരിച്ചു പോരുമ്പോഴുള്ള കോടയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ബസ്സും നമ്മളെ പോലത്തെ വൈബുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ബസ് പാസ് ആ DJ പബ് യാ ഗൈസ്, അതന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈ.